മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഇന്ന് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 10 ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ? അപ്പം ഇത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ? ഇത് നമ്മുടെ ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് എന്ന് പറയുന്ന ആസിഡ് ബേസ് കൺസെപ്റ്റിലെ ഒരു ടോപ്പിക്കാണ്, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്. അപ്പോൾ ആ കൺസെപ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളുക. ആ ടോപ്പിക്ക് പഠിക്കണം എന്നൊന്ന് മെൻഷൻ ചെയ്തോളുക. അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഏത്? ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്. അതിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യനാണിത്. വാട്ട് ഈസ് എ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ, മക്കളെ നമുക്കറിയാം, ഒരു ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റിൽ അവർ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം ആസിഡിനെ വിളിക്കുന്ന പേര് ബ്രോൺസ്റ്റഡ് ആസിഡ്. അവർ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം ബേസിനെ വിളിക്കുന്ന പേര് ബ്രോൺസ്റ്റഡ് ബേസ്. അപ്പം ഒരു ബ്രോൺസ്റ്റഡ് ആസിഡിൻ്റെ ബ്രോസ്റ്റ് അല്ല കേട്ടോ, ബ്രോൺസ്റ്റഡ് ആസിഡ്, ഒരു ബ്രോൺസ്റ്റഡ് ആസിഡിൻ്റെ പെയർ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺജുഗേറ്റഡ് ബേസ്. ഓക്കെ, ബ്രോൺസ്റ്റഡ് ആസിഡിൻ്റെ പെയറിനെ വിളിക്കുന്ന പേരാണ് കോൺജുഗേറ്റഡ് ബേസ്. അങ്ങനെയാണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? പെയർ ഓഫ് ബ്രോൺസ്റ്റഡ് ബേസിനെ വിളിക്കുന്ന പേര്, ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് പ്രകാരം ഒരു ബേസ് ഉണ്ടാവുമല്ലോ, ആ ബേസിൻ്റെ പെയറിനെ വിളിക്കുന്ന പേര് കോൺജുഗേറ്റഡ് ആസിഡ്. അപ്പോൾ പെയർ എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. ആസിഡിൻ്റെ പെയർ കോൺജുഗേറ്റഡ് ബേസ്, ബേസിൻ്റെ പെയർ കോൺജുഗേറ്റഡ് ആസിഡ്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് ദി ബേസ് H2O. H2O എന്ന് പറയുന്ന ആള് ബേസ് ആണെന്ന് വിചാരിക്കുക. ഇത് ബേസ് ആണെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റഡ് ആസിഡ് എഴുതുക, ഇതിൻ്റെ പെയർ എഴുതുക. അപ്പം മക്കളെ, ബേസ് എന്ന് പറഞ്ഞാൽ H+നെ വാങ്ങുന്ന ആളാണ്. ബേസ് എന്ന് പറഞ്ഞാൽ H+നെ വാങ്ങുന്ന ആളാണ്. അപ്പം ഈ ബേസായ H2O ഒരു H+നെ വാങ്ങുമെന്ന് വിചാരിക്കുക. H2O H+നെ വാങ്ങിയാൽ എന്താവും? H3O+ ആവും. അഥവാ H2Oയുടെ കോൺജുഗേറ്റഡ് ആസിഡ് ആരാണ്? H3O+. രണ്ട് ആൻസറുമായി. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ലേശാത്തിലെ പ്രിൻസിപ്പിൾ ആണെന്ന് മക്കൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ദി ഫോളോയിങ് ചേഞ്ചസ് ഇൻ ദ ഇക്വിലിബ്രിയം പ്രോസസ്? N2 + 3H2 = 2NH3 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ∆Hന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻക്രീസിങ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രഷർ എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ തന്നെ മക്കൾ, പ്രഷർ എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ തന്നെ നമ്പർ ഓഫ് മോൾസിനെ ഓർക്കണം. പ്രഷറും നമ്പർ ഓഫ് മോൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ പ്രഷർ എന്ന ടേം കേൾക്കുമ്പോഴേ നമ്പർ ഓഫ് മോൾ ഓർക്കണം. സോ നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, റിയാക്റ്റൻറ്റിൽ ഒരു N2ഉം 3 H2ഉം. സോ റിയാക്റ്റൻറ്റിൽ 4 നമ്പർ ഓഫ് മോൾ, പ്രൊഡക്റ്റിൽ 2 നമ്പർ ഓഫ് മോൾ. അഥവാ റിയാക്റ്റൻറ്റിൽ 4ഉം പ്രൊഡക്റ്റിൽ 2ഉം. അഥവാ പ്രൊഡക്റ്റിലേക്ക് പോകുമ്പോൾ നമ്പർ ഓഫ് മോൾ കുറയുന്നു. ഇനി നമ്മളിവിടെ ചെയ്യുന്നത്, അപ്പോൾ നമ്പർ ഓഫ് മോൾ സെറ്റായേ, നമ്പർ ഓഫ് മോൾ സെറ്റാക്കി വെച്ചു. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇൻക്രീസിങ് പ്രഷർ കൂട്ടാൻ ശ്രമിക്കുന്നു. പ്രഷർ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ സിസ്റ്റം അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കും. അഥവാ സിസ്റ്റം പ്രഷർ കുറക്കാൻ ട്രൈ ചെയ്യും. ട്രൈ ടു ഡിക്രീസ് പ്രഷർ. നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം പ്രഷർ കുറക്കാൻ ശ്രമിക്കും. സിസ്റ്റം പ്രഷർ കുറക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറക്കാൻ ശ്രമിക്കും. നമ്പർ ഓഫ് മോൾസ് കുറക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറവ് എവിടെയാണോ അങ്ങോട്ട് റിയാക്ഷൻ പോകും. നമ്പർ ഓഫ് മോൾസ് കുറവ് പ്രൊഡക്റ്റിലല്ലേ, അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഭാഗത്തേക്ക് റിയാക്ഷൻ പോകും. അഥവാ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. നമുക്ക് കത്തിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ആര് ശ്രമിക്കുക? സിസ്റ്റം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്പർ ഓഫ് മോൾസ് കുറക്കും. നമ്പർ ഓഫ് മോൾസ് കുറവുള്ളിടത്തേക്ക് പോകും. നമ്മൾ പ്രഷർ കുറക്കുകയാണ് ചെയ്തിരുന്നെങ്കിലോ പ്രഷർ കൂട്ടാൻ ശ്രമിക്കും, നമ്പർ ഓഫ് മോൾസ് കൂട്ടാൻ ശ്രമിക്കും, നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളിടത്തേക്ക് പോകും. ക്വസ്റ്റ്യൻ ബി, ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് പഠിക്കുമ്പോൾ നിങ്ങൾ ആ റിയാക്ഷൻ എക്സോ ആണോ എൻഡോതെർമിക് ആണോ എന്ന് നോക്കണം. എക്സോ ആണെങ്കിൽ റിയാക്ഷനിൽ ∆Hന്റെ വാല്യൂ നെഗറ്റീവ് എന്നുണ്ടാവും. എൻഡോതെർമിക് ആണെങ്കിൽ റിയാക്ഷനിൽ ∆Hന്റെ വാല്യൂ പോസിറ്റീവ് എന്നുണ്ടാവും. ഇനി എക്സോതെർമിക് ആണെങ്കിൽ ∆Hന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, അഥവാ എക്സോതെർമിക് ആണെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ കുറച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ പോകും. ഫോർവേഡ് റിയാക്ഷൻ മുന്നോട്ട് പോകും. ഫോർവേഡ് റിയാക്ഷൻ കൂടും. ∆H പോസിറ്റീവ് എൻഡോതെർമിക് ആണെങ്കിൽ, ∆Hന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടണം. അപ്പോൾ ∆H നെഗറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറക്കണം, ∆H പോസിറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം. എന്തിനു വേണ്ടിയിട്ട്? ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മുടെ റിയാക്ഷനിൽ ∆H നെഗറ്റീവാണ്. കണ്ടോ, ∆H നെഗറ്റീവാണ്. ∆H നെഗറ്റീവ് ആകുമ്പോൾ ടെമ്പറേച്ചർ കുറച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ പോകും.
ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആകുമ്പോൾ ടെമ്പറേച്ചർ കുറച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ പോകും. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്തത്. ടെമ്പറേച്ചർ കൂട്ടിയാൽ അപ്പം ബാക്ക്വേർഡ് റിയാക്ഷൻ പോകും. ഈ റിയാക്ഷനിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് ഫോർവേഡ് റിയാക്ഷൻ മുന്നോട്ട് പോകാൻ ടെമ്പറേച്ചർ കുറക്കണം. പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്തത്. സോ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ആവും. ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഓക്കെ, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസസ്. മൂന്നാമത്തത് റിമൂവൽ ഓഫ് NH3 ഫ്രം ദ റിയാക്ഷൻ വെസൽ. റിമൂവൽ ഓഫ് NH3 എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൽ നിന്ന് അളവ് കുറക്കുക. പ്രൊഡക്റ്റിൽ നിന്ന് അളവ് കുറച്ചാൽ എന്താ സംഭവിക്കുക? ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ വീണ്ടും ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഉണ്ടാവുന്ന ആളുടെ അളവ് ഇങ്ങനെ മാറ്റി കൊടുത്താൽ അവിടെ ഗ്യാപ്പ് വരും, അവിടേക്ക് വീണ്ടും പ്രൊഡക്റ്റ് ഉണ്ടാവും. സോ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ആവും. ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ആവും. റെഡി? സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനും സെറ്റ്, ലേഷാത്തിലെ പ്രിൻസിപ്പിളിൻ്റെ ക്വസ്റ്റ്യനും സെറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ PH-ഉമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ദ ടേം PH. PH-നെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ ഓർ കോൺസെൻട്രേഷൻ ഓഫ് H3O+. അഥവാ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഓർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ. അതാണ് PH-ന്റെ ഡെഫിനിഷൻ. ഓക്കെ, ദെൻ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ ഇൻ എ സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് 3 × 10⁻12 മോളാർ. കാൽക്കുലേറ്റ് ഇസ് PH. PH കാണാനാണ് ചോദ്യം. PH കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, -log കോൺസെൻട്രേഷൻ ഓഫ് H+. PH കാണാനുള്ള ഇക്വേഷൻ. അതിൽ ക്വസ്റ്റ്യനിൽ H+ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. H+ന്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ നമ്മൾ അത് കൊടുക്കും. -log H+ന്റെ വാല്യൂ എത്രയാണ്? 3 × 10⁻12. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റർ എടുക്കുന്നു. കാൽക്കുലേറ്റർ എടുത്തിട്ട് കാൽക്കുലേറ്ററിൽ മൈനസ് എന്നടിക്കുന്നു. എന്നിട്ട് ലോഗ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, ലോഗ് അടിക്കുന്നു. ലോഗ് അടിച്ചതിന് ശേഷം ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിൽ 3 × 10⁻12 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഐ തിങ്ക് 11 പോയിന്റ് സംതിങ് ആൻസർ കിട്ടണം. നോക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് ചോദ്യം ഐഡന്റിഫൈ വെദർ ദ സൊല്യൂഷൻ ഈസ് അസിഡിക് ഓർ ബേസിക്. നിങ്ങൾക്കറിയാം PH-ന്റെ വാല്യൂ >7 ആണ് ഇവിടെ കിട്ടിയത്. 11 പോയിന്റ് സംതിങ് എന്ന് പറയുമ്പോൾ PH-ന്റെ വാല്യൂ 7-നേക്കാൾ കൂടുതലാണ്. 7-നേക്കാൾ കൂടുതലാണെങ്കിൽ ആ സൊല്യൂഷൻ ബേസിക് ആയിരിക്കും എന്ന സത്യം എൻ്റെ മക്കൾക്കറിയാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ അക്വസ് സൊല്യൂഷൻ ഓഫ് ദി ഫോളോയിങ് സാൾട്ട്സ് ഇൻടു അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ. ഇത് ഹൈഡ്രോലിസിസ് ഓഫ് സാൾട്ട് ഹൈഡ്രോലിസിസ് എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ടോപ്പിക് ആർക്കും അറിയില്ലെങ്കിൽ അത് മെൻഷൻ ചെയ്തോളുക. കൃത്യം അത് പഠിച്ചെടുത്തോണം. അതിൽ നിന്നും എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ്? താഴെ കുറേ സാൾട്ടുകൾ തന്നിട്ടുണ്ട്. ആ സാൾട്ടുകളുടെ സ്വഭാവം എഴുതണം. അതിനു മുമ്പ് ഞാൻ എക്സാമിന് നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉള്ള കുറച്ച് സ്ട്രോങ് ആസിഡുകളെ നോട്ട് ചെയ്ത് വെച്ചോ. സ്ട്രോങ് ആസിഡാണ് HCl, സ്ട്രോങ് ആസിഡാണ് HNO3, സ്ട്രോങ് ആസിഡാണ് H2SO4. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് തരാൻ ചാൻസ് ഉള്ള സ്ട്രോങ് ബേസുകളെയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സ്ട്രോങ് ബേസ് ആണ് NaOH, സ്ട്രോങ് ബേസ് ആണ് KOH. അപ്പോൾ ഇത്രയും ആളുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സ്ട്രോങ് ആസിഡ് നമുക്ക് എപ്പോഴും അറിയുന്ന ആസിഡ് HCl, HNO3, H2SO4. സ്ട്രോങ് ബേസ് KOH, NaOH, KOH. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറയുക നോക്കിക്കോ. NaC നിങ്ങൾക്ക് തന്ന സാൾട്ട് ഇല്ലേ, ആ സാൾട്ടിൻ്റെ സ്വഭാവമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ സാൾട്ടിനെ 2 കഷ്ണമായിട്ട് എഴുതുക. ഒരു ഭാഗം Na+ഉം ഒരു ഭാഗം Cl-. Na-യും Cl ഒക്കെ എഴുതുക. Na-യുടെ ചാർജ് പ്ലസ് ആണ്, Cl-യുടെ ചാർജ് മൈനസ് ആണ്, നിങ്ങൾക്കറിയാം. എന്നിട്ട് ഇതിലേക്ക് H2O കൊടുക്കണം. H2O കൊടുക്കുമ്പോൾ H2-നെയും ബ്രേക്ക് ചെയ്യണം. H+ ആക്കണം, OH- ആക്കണം. ദെൻ H+ എങ്ങോട്ടാണ് പോവുക? മൈനസ് ഉള്ള അടുത്തേക്ക് പോകും. അപ്പോൾ H+ മൈനസ് ഉള്ള Cl-ൻ്റെ അടുത്തേക്ക് പോകും. ഓക്കെ, OH- എങ്ങോട്ടാണ് പോവുക? പ്ലസ് ഉള്ള Na-യുടെ അടുത്തേക്ക് പോകും. അഥവാ NaOH-ഉം HCl-ഉം ആക്കി. റെഡിയേ? ഇനി അതേപോലെ NaCN മാറ്റിക്കുക. അപ്പോൾ ഇത് മാറ്റി. ഇനി അതേപോലെ NaCN മാറ്റിക്കേ. NaCN 2 കഷ്ണമാക്കുമ്പോൾ ഒരു ഭാഗം Na-യും ഒരു ഭാഗം Cn-ഉം. എന്ത് സംഭവിക്കും? Na+ഉം Cl- ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ H+ കൊടുക്കുകയാണ്. ഇവിടെ OH-ഉം ഇവിടെ H-ഉം കൊടുക്കുകയാണ്. NaOH-ഉം HCN-ഉം. ഓക്കെ, അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ NH4NO3. NH4NO3 ചെയ്യുമ്പോൾ എന്താ? NH4 ഒരു ഭാഗം, മക്കളെ NO3 മറ്റൊരു ഭാഗം. NO3- ഉം NH4+ ആണ്. നമ്മളെങ്ങനെ ചെയ്യും? NH4-ന് OH-നെ കൊടുക്കും, NO3-ക്ക് H-നെ കൊടുക്കും. ഓക്കെ, ഇനി അതേപോലെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. CH3COONA. CH3COONA ബ്രേക്ക് ആവുക, ഇവിടെയാണ് ബ്രേക്ക് ആവുക. അപ്പോൾ CH3CO- വേറെയും Na+ വേറെയും, CH3CO- വേറെയും Na+ വേറെയും. അപ്പോൾ CH3CO- ആയ ആൾക്ക് H-നെ കൊടുക്കും, അങ്ങനെ അത് CH3COOH ആകും. Na+ നമ്മൾ OH-നെ കൊടുക്കും, അങ്ങനെ അത് NaOH ആകും. ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും വരുന്നു. അപ്പോൾ ഇത്രയും മുറിച്ചെഴുതുക. അപ്പോൾ സാൾട്ട് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ സാൾട്ട് തരുമ്പോൾ നിങ്ങൾ മുറിച്ചെഴുതാൻ പഠിച്ചോണം. ഇനി നോക്കിക്കേ, NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്, HCl ഒരു സ്ട്രോങ് ആസിഡാണ്.
സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും ചേർന്നാൽ ഉണ്ടാവുന്ന സാൾട്ട് എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും. സ്ട്രോങ് ആസിഡും ആസിഡും ചേർന്നാൽ, സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും ചേർന്നാൽ ഉണ്ടാവുന്ന സാൾട്ട് എപ്പോഴും ന്യൂട്രൽ സാൾട്ട് ആയിരിക്കും. റെഡി. ഇനി ഇവിടെ നോക്കിക്കേ, NaOHും HCnഉം, NaOHും HCnഉം. NaOHൽ അത് സ്ട്രോങ് ബേസ് ആണ്. HCn പക്ഷേ വീക്ക് ആസിഡാണ്. HCn പക്ഷേ വീക്ക് ആസിഡാണ്, സ്ട്രോങ് ആസിഡ് അല്ല HCn. അപ്പോൾ ഒരു സ്ട്രോങ് ബേസും ഒരു വീക്ക് ആസിഡുമാണ് ചേർന്നെങ്കിൽ ആരാണോ സ്ട്രോങ് അയാളുടെ സ്വഭാവം. ഇവിടെ സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് സാൾട്ടിൻ്റെ സ്വഭാവം ബേസിക് സാൾട്ട്. അതേപോലെ ഇത് എഴുതാം, NH4OH വീക്ക് ബേസ് ആണ്, HNO3 സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ ആരുടെ സ്വഭാവം? അസിഡിക്കിൻ്റെ സ്വഭാവം. സോ അസിഡിക് സാൾട്ട്. യെസ്, ഇതവിടെ CH3COH എന്ന് പറയുന്നത് വീക്ക് ആസിഡാണ്. NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്, NaOH സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ സാൾട്ടിൻ്റെ സ്വഭാവം ബേസിക് സാൾട്ട്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക്, ആൻ എക്സാമ്പിൾ ഓഫ് ലൂയിസ് ആസിഡ് എമംഗ് ദ ഫോളോയിങ്. താഴെ തന്നതിൽ ലൂയിസ് ആസിഡിന്റെ എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞത്. ഏതാണ് താഴെ പറഞ്ഞ എക്സാമ്പിൾ? HCl, NH3, H2SO4, BF3. നമ്മൾ പഠിക്കുന്നതാണ് ലൂയിസ് ആസിഡിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് BF3യും AlCl3യും. സോ BF3 ആണ് ലൂയിസ് ആസിഡിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ. ബാക്കിയൊന്നും, HCl ഒരു ആസിഡാണ് പക്ഷേ ലൂയിസ് ആസിഡ് അല്ല. H2SO4 ഒരു ആസിഡാണ് പക്ഷേ ലൂയിസ് ആസിഡ് അല്ല. പിന്നെ NH3 ഒരു ലൂയിസ് ബേസ് ആണ്. അപ്പോൾ BF3 ഒരു ലൂയിസ് ആസിഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ? വാട്ടറിന്റെ അയോണിക് പ്രൊഡക്റ്റ് മക്കൾക്ക് അറിയാം. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ KW. വാട്ടർ ഡിസോസിയേറ്റ് ചെയ്യൽ എങ്ങനെയാണ്? H+ഉം OH- ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ എന്താണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ്, ഇൻറ്റു ചെയ്യുക, കോൺസെൻട്രേഷൻ ഓഫ് H+ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് OH-. അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. വെരി സിമ്പിൾ അല്ലേ? വാട്ടറിന്റെ അയോണിക് പ്രൊഡക്റ്റ്, അയോൺ ആവുക, H+, OH- ആവുക, അതിൻ്റെ പ്രൊഡക്റ്റ് അയോണിക് പ്രൊഡക്റ്റ്. H+ൻ്റെയും OH-ൻ്റെയും പ്രൊഡക്റ്റ് ആണ് KW. അപ്പോൾ KW = H+, OH-. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസിഡിക് സ്ട്രെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇതിൽ HBr, HI, HF, HCl എല്ലാം ഒന്ന് Br, ഒന്ന് അയഡിന്, ഒന്ന് ഫ്ലൂറിന്, ഒന്ന് ക്ലോറിൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാലോജൻസിൻ്റെ ബേസിൽ എഴുതുമ്പം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇങ്ങനെയല്ലേ? ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും സൈസ് കൂടും. സൈസ് കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറയും. സൈസ് കൂടുമ്പം ബോണ്ട് സ്ട്രെങ്ത് കുറയും. അഥവാ HI എന്ന് പറയുന്ന അയോഡിന് സൈസ് കൂടുതലാണ്. അപ്പോൾ H-ഉം I-യും തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്ത് കുറയും. ബോണ്ട് സ്ട്രെങ്ത് കുറയുമ്പം H-നെ വേഗം വിട്ടുകൊടുക്കും. H-നെ വേഗം വിട്ടുകൊടുക്കുമ്പം അസിഡിറ്റി കൂടും. അപ്പോൾ സൈസ് കൂടുതൽ ആർക്കാണോ ഉള്ളത് അയാൾക്ക് അസിഡിറ്റി കൂടുതൽ. ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. സൈസ് കൂടുതൽ ആർക്കാണോ ഉള്ളത് അയാൾക്ക് അസിഡിറ്റി കൂടുതൽ. സൈസ് കൂടുതൽ ആർക്കാണോ ഉള്ളത് അയാൾക്ക് അസിഡിറ്റി കൂടുതൽ. അപ്പോൾ ആർക്കാണ് അസിഡിറ്റി കൂടുതൽ? HI-ക്കാണ് അസിഡിറ്റി കൂടുതൽ. അത് കഴിഞ്ഞാൽ HBrന് അസിഡിറ്റി കുറവ്, പിന്നെ കുറഞ്ഞാൽ HCl, പിന്നെ കുറഞ്ഞാൽ HF. റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസോസിയേഷൻ ഓഫ് NH4OH. NH4OH എന്ന് പറയുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഈ സപ്രസ്ഡ് ബൈ ദി അഡീഷൻ ഓഫ് NH4Cl. മക്കൾക്കറിയാം NH4OH എന്ന് പറയുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റാണ്. ഓക്കെ, അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് തടുക്കാൻ, അത് പൊട്ടിപ്പോകുന്നത് ഇല്ലാതാക്കാൻ നമ്മൾ അതിലേക്ക് ചേർത്തു ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അതാരാണ്? NH4Cl, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അപ്പം വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് തടയാൻ വേണ്ടി നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ചേർത്തു. ഇവിടെ ഉപയോഗിച്ച പ്രിൻസിപ്പിൾ ഏതാണ്? വെരി സിമ്പിൾ. NH4OHലും NH4 ഉണ്ട്, NH4Clലും NH4 ഉണ്ട്. അഥവാ വീക്ക് ഇലക്ട്രോലൈറ്റ് പൊട്ടുന്നത് തടയാൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ചേർക്കുന്ന രണ്ടിലും കോമൺ അയോൺ ഉള്ള സംഭവത്തിനെ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്റ്റ്. NH4OHലും NH4 ഉണ്ട്, NH4Clലും NH4 ഉണ്ട്. അപ്പോൾ അവിടുത്തെ അയോൺ, കോമൺ അയോൺ NH4+ ആണ്. സോ ദിസ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് കോമൺ അയോൺ എഫക്റ്റ്. റെഡി? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് അസിഡിക് ബഫർ. അസിഡിക് ബഫറിന് ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞത്. അസിഡിക് ബഫറിന് ഒരു എക്സാമ്പിൾ വെരി സിമ്പിൾ. നോക്കിയേ, വീക്ക് ആസിഡും അതിൻ്റെ സാൾട്ടും ചേർന്നതാണ്, അതിൻ്റെ കോൺജുഗേറ്റഡ് സാൾട്ടും ചേർന്നതാണ് അസിഡിക് ബഫർ. അഥവാ വീക്ക് ആസിഡിന് എക്സാമ്പിളാണ് CH3COOH. അയാളും അയാളുടെ സാൾട്ട് CH3COONA. CH3COOHും CH3COONAയും ചേർന്ന മിക്സ്ചറാണ് അസിഡിക് ബഫറിന് എക്സാമ്പിൾ. സെവൻത്ത് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ കെമിക്കൽ ഇക്വിലിബ്രിയം. NH3 + 5O2 gives 4NO + 6H2. 4NO, ഇവിടെ 4NO എന്നാണ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC. ഇതിൻ്റെ KC എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ. KC എഴുതാൻ എങ്ങനെയാണ്? പ്രൊഡക്റ്റിൽ ആരാ? NO. അപ്പോൾ NO, കോൺസെൻട്രേഷൻ ഓഫ് NO⁴ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O⁶ ഡിവൈഡഡ് ബൈ റിയാക്ടൻറ്റിൽ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2⁵. അല്ലേ? ഇതാണ് KC.
എന്നിട്ട് ചോദ്യം എന്താ അറിയോ, ഇങ്ങനെ നിങ്ങൾ കേസ് എഴുതി. ഇനി ഈ ഇക്വേഷനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കെ സിക്ക് എന്ത് വ്യത്യാസം വരും? അപ്പം ആ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പുതിയ കിട്ടുന്ന കെ സിയെ ഞാൻ കെ സി ഡാഷ് എന്ന് വിളിക്കാം. മക്കളെ, ഒരു ഇക്വേഷൻ്റെ വാല്യൂ കെ സി ആണെങ്കിൽ, ഒരു ഇക്വേഷൻ്റെ വാല്യൂ കെ സി ആണെങ്കിൽ, ഇതാ കെ സി ആണ് നമുക്ക് ഒരു ഇക്വേഷൻ്റെ വാല്യൂ കിട്ടിയത്. ആ കെ സി ഇക്വേഷനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പുതിയ കിട്ടുന്ന കെ സി റേസ് ടു 2 ആയിരിക്കും. കെ സി റേസ് ടു 2 ആയിരിക്കും. എത്ര കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് അത് പവറായിട്ട് വരും പുതിയ കേസിൻ്റെ വാല്യൂവിൽ. നിങ്ങളുടെ കേസിൻ്റെ വാല്യൂ ആദ്യം 10 ആണെങ്കിൽ ആ ഇക്വേഷനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആ കേസിൻ്റെ വാല്യൂ 10 റേസ് ടു 2 ആവും, 100 ആവും. റെഡി? 8th ക്വസ്റ്റ്യൻ. ഫോർ ദ ഇക്വിലിബ്രിയം 2NOCl gives 2NO plus Cl2. ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp തന്നിട്ടുണ്ട്, 500 കെൽവിൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് Kc. വെരി സിമ്പിൾ. കാൽക്കുലേറ്റ് കെ സി ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് കെ പിയുടെ ഇക്വേഷൻ ഉണ്ട്. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. അതിൽ കെ പി തന്നിട്ടുണ്ട്, കെ സി ആണ് ചോദിച്ചത്. അപ്പോൾ കെ സി ഈക്വൽ ടു കെ പി ബൈ ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. മക്കളെ, ഇതിൽ കെ പിയുടെ വാല്യൂ 1.8 ഇൻറ്റു 10 റേസ് ടു -2, ആറിൻ്റെ വാല്യൂ 8.314 ഇൻറ്റു ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 500 ഹോൾ ദ റേസ് ടു ഡെൽറ്റ എൻ എത്ര? മക്കളെ, റിയാക്ടൻറ്റിലുള്ള നമ്പർ ഓഫ് മോൾ 2, പ്രൊഡക്റ്റിലുള്ള നമ്പർ ഓഫ് മോൾ 3. അപ്പോൾ ഡെൽറ്റ എൻ ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻറ്റ് 3 - 2 ഈക്വൽ ടു 1. അപ്പോൾ ഡെൽറ്റ എൻ 1 ആണ്. ഡെൽറ്റ എൻ ഇവിടെ 1 ആണ്. സോ ഇതിൻ്റെ വാല്യൂ ചെയ്താൽ നിങ്ങൾക്ക് കെ സിയുടെ ആൻസർ കിട്ടും. 1.8 ഇൻറ്റു 10 റേസ് ടു -2 ഡിവൈഡ് ബൈ 8.314 ഇൻറ്റു 500 ചെയ്താൽ നിങ്ങൾക്ക് കെ സിൻ്റെ വാല്യൂ കിട്ടും. റെഡി? എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? 9th ക്വസ്റ്റ്യൻ. ഫോർ ദ റിയാക്ഷൻ H2 + I2 gives 2HI, വാല്യൂ ഓഫ് കെ സി. ഇവിടെ കെ സി തന്നിട്ടുണ്ട്, കെ പി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എഗെയിൻ നേരത്തെ ഇക്വേഷൻ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. മക്കളെ, ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ? ഈ ഇക്വേഷനിൽ H2 ഗ്യാസ് I2 ഗ്യാസ് 2, 2HI അവിടെയും 2 ആവുന്നു. അപ്പോൾ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് നിന്ന് റിയാക്റ്റൻ്റ് കുറച്ചാൽ 0. ഡെൽറ്റ എൻ 0 ആണെങ്കിൽ കെ പി ഈക്വൽ ടു കെ സി ആവില്ലേ? അഥവാ കേസിൻ്റെ വാല്യൂ 46.4 എന്ന് തന്നിട്ടുണ്ട്. അതുതന്നെയായിരിക്കും കെ പിയുടെ വാല്യൂ. വൈ? ഡെൽറ്റ എൻ 0 ആണെങ്കിൽ കെ പി ഈക്വൽ ടു കെ സി ആയിരിക്കും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ദ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് ഓഫ് BaSO4 ഈസ് 1.2 ഇൻറ്റു 10 റേസ് ടു -10 അറ്റ് 298 കെൽവിൻ. കാൽക്കുലേറ്റ് സൊല്യൂബിലിറ്റി ഓഫ് BaSO4. എങ്ങനെ ചെയ്യേണ്ട ഐഡിയ മാത്രം തരാം. ഓക്കെ, BaSO4 ആയിട്ട് ബന്ധപ്പെട്ട് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റോ ചോദിച്ചാൽ ഞാനൊരു എന്താണ് പറയുക ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. KSP കാണാൻ x റേസ് ടു x ഇൻറ്റു y റേസ് ടു y ഇൻറ്റു s റേസ് ടു x പ്ലസ് y. ഇതിൽ ബേരിയം എന്ന് പറയുന്നത് x ആയിട്ട് എടുക്കാം, ബേരിയത്തിൻ്റെ എണ്ണം. SO4 എന്ന് പറയുന്നത് y ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സിൻ്റെ എണ്ണവും 1, വൈൻ്റെ എണ്ണവും 1. അപ്പോൾ KSP ഈക്വൽ ടു 1 റേസ് ടു 1 ഇൻറ്റു 1 റേസ് ടു 1 ഇൻറ്റു s റേസ് ടു 1 പ്ലസ് 1 വിച്ച് മീൻസ് s സ്ക്വയർ. ഇനി ക്വസ്റ്റ്യനിൽ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആണ് തന്നത്, അഥവാ KSPയുടെ വാല്യൂ ആണ് തന്നത്. എന്നിട്ട് എസ് കാണാനാണ് ചോദിച്ചത്. സോ 1.2 ഇൻറ്റു 10 റേസ് ടു -10 ഈക്വൽ ടു എസ് സ്ക്വയർ. ദെൻ എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.2 ഇൻറ്റു 10 റേസ് ടു -10 ചെയ്താൽ നിങ്ങൾക്ക് എസിൻ്റെ വാല്യൂ കിട്ടും. റെഡി? അങ്ങനെ നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നു. ദെൻ നിങ്ങൾക്ക് ഈ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് 11ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതാ. ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് എ കെമിക്കൽ റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ദ ഫോർവേഡ് റിയാക്ഷൻ? ക്യൂസിയും കേസിയും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. എപ്പോഴാണ്, ഏത് റിലേഷനിലാണ് ഫോർവേഡ് റിയാക്ഷൻ ആവുക? റിയാക്ഷൻ ഫോർവേഡ് ആവുന്നത് എപ്പോൾ? ആര് കൂടുമ്പോഴാണ് ഫോർവേഡ് റിയാക്ഷൻ ആവുക എന്ന ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി അറിയിച്ചാലും. ഓക്കെ, താങ്ക് യു, ബൈ.